അസ്സലാമു അലൈക്കും. ആദി ഫാഷന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി മെറ്റീരിയലാണ്. നല്ല വെറൈറ്റി ടൈപ്പ് സിമ്പിൾ പാറ്റേൺ ആണ് കാണിക്കുന്നത്. 2495 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. സിമ്പിൾ ആണ്, അതുപോലെ തന്നെ പക്കാ സ്റ്റാൻഡേർഡ് പാറ്റേൺ ആണ്. നല്ല അടിപൊളി തുണിയാവുകയും ചെയ്യും. നല്ല ഒരു വെറൈറ്റി ടൈപ്പ് മോഡലാണ് വരുന്നത് കേട്ടോ. ഓണം സ്പെഷ്യൽ സാധനമാണ്. നല്ല വെറൈറ്റി ലുക്കുള്ള സാധനമാണ് വരുന്നത്. അപ്പൊ ഈ 2495 രൂപക്ക് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്കത് കുഴപ്പമില്ല. 2495 രൂപക്ക് ഈ മെറ്റീരിയൽ എനിക്ക് ഇഷ്ടമായി എന്ന് തോന്നുന്ന ആൾക്കാരുണ്ട് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യുക. പർച്ചേസ് ചെയ്യുന്നത് അടിയിൽ തന്നെ നമ്പർ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നില്ലെങ്കിൽ ഫുൾ ആക്കുക. സ്ക്രീൻ ഒന്ന് ഫുൾ ആക്കിയാൽ ഇതിന്റെ പ്രൈസ്, ഡേറ്റ്, ഈ നമ്പറും കാണും, വാട്സാപ്പ് നമ്പറും കാണും. ഈ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്ന രീതിയിൽ നമ്മൾ എന്താ പറയുക, കൊറിയറായിട്ട് പോസ്റ്റ് വഴിയോ DTDC വഴിയോ ചെയ്തുതരും. പോസ്റ്റ് വഴി ചെയ്യുമ്പോൾ 4-5 ദിവസം പിടിക്കും, പക്ഷെ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിത്തരും. DTDC ആണെങ്കിൽ 2 ദിവസം പിടിക്കുള്ളൂ, പക്ഷെ നിങ്ങളുടെ വീട്ടിലേക്ക് അടുത്തുള്ളവർക്കാണെങ്കിൽ വീട്ടിലേക്ക് എത്തും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ടൗണിലെ കാര്യം, അപ്പൊ ടൗണിൽ നിങ്ങൾക്ക് വിളിക്കും, ആ ഓഫീസിൽ നിങ്ങൾക്ക് വിളിക്കും, ഇന്ന സ്ഥലത്ത് വന്ന് കിടക്കുന്നുണ്ട്, വന്ന് കൊണ്ടുപോയിക്കോന്ന് പറയും. അപ്പൊ നിങ്ങൾ അവിടെ പോയി എടുക്കേണ്ടി വരും. ഏതാണോ നിങ്ങൾക്ക് ബെറ്റർ എന്നുള്ളത് അത് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇൻഷാല്ലാ മറക്കണ്ട. ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട്. നല്ല നല്ല വെറൈറ്റി ടൈപ്പ് മോഡൽസ് ആണ് വരുന്നുണ്ട്. അപ്പൊ ഫസ്റ്റത്തെ പീസ് എന്ന് പറഞ്ഞാല് നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ആകെ നമ്മൾ 12,000 ആൾക്കാരില്ലല്ലോ, കുറെ ആൾക്കാരില്ല നാട്ടില്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ അത്രേ ഉള്ളൂ. വേറെ ഒന്നും സീനില്ല. ഇഷ്ടപ്പെട്ടാൽ മാത്രം പർച്ചേസ് ചെയ്യും. നല്ല അടിപൊളി സിൽക്കി ടൈപ്പ് മോഡലാണ്. അതായത് സിൽക്കി ടൈപ്പ് ആണെങ്കിൽ പോലും എന്തില്ല, പൊന്തി നിൽക്കില്ല, ഒതുങ്ങി നിൽക്കുന്ന അടിപൊളി പാറ്റേൺ ആണ് വരുന്നത്. നല്ല വൃത്തിയുള്ള സാധനം കേട്ടാ. നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനമാണ്. 47 ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. ഇവിടെ മുതൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ സ്ലീവ് ആണ് ഈ കാണുന്നത് കേട്ടാ. സ്ലീവ് ആണ്. ഫുൾ സ്ലീവ് അടിക്കുന്നവർക്ക് ഫുൾ സ്ലീവ് അടിക്കുക, 3/4 അടിക്കുന്നവർക്ക് 3/4 അടിക്കുക. 4XL സൈസുള്ള ആൾക്കാർക്ക് വരെ 5XL സൈസുള്ള ആൾക്കാർക്ക് സുന്ദരമായിട്ട് അടിച്ചിടാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് വരുന്നത്. 5XL സൈസുള്ള ആൾക്കാർക്ക് വരെ അടിപൊളിയായിട്ട് അടിച്ചിടാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. 3/4 ഹാഫ് സ്ലീവോ ഫുൾ സ്ലീവോ എങ്ങനെ വേണമെങ്കിലും സ്ലീവ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടിച്ചിടാൻ പറ്റും. നല്ല വെറൈറ്റി ടൈപ്പ് മോഡലാണ്. ചെറിയ ഗ്ലേസിംഗ് ടൈപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ അതൊന്നും ഉണ്ടാവില്ല, സിമ്പിൾ ആണ്. ബാക്ക് സൈഡൊക്കെ സെയിം പ്രിന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. നല്ല വെറൈറ്റി ടൈപ്പ് മോഡലാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ, പറഞ്ഞൊക്കെ മനസ്സിലായില്ലേ. ഇതാ ക്രീം ഷെയ്ഡ് ബോട്ടം വരും. സാധാ ബോട്ടം ഉണ്ടാ, സാധാരണ ബോട്ടമാണ് വരുന്നത്. ഒരു സോഫ്റ്റിൽ വരുന്നത്. സാൻഡൂണ്ടൊക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ട് വരുന്ന സാധനമാണ്. അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. ഷോള് വരുന്നത് മസ്ലിന്റെ തന്നെയാണ് വരുന്നത്. നല്ല സോഫ്റ്റ് ആണ് വരുന്നത്. കണ്ടാ ഷോൾ ഉണ്ടല്ലേ, കിട്ടിലം ഷോൾ എന്നൊക്കെ പറഞ്ഞാൽ വെറൈറ്റി ടൈപ്പ് ഷോൾ. നല്ല സൂപ്പർ ഷോൾ ആവുകയും ചെയ്യും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫംഗ്ഷൻക്കായാലും എങ്ങനെ വേണമെങ്കിലും കിട്ടും മുതലാക്കാം. 2495 രൂപ ഇതിന്റെ പ്രൈസ് വരുന്നത്. ഇനി അടുത്ത് വരുന്നത് വെച്ചാല് ഒരു ഗ്രേ കളറാണ് വരുന്നത്. ലൈറ്റ് ഗ്രേ കളർ. അതായത് ഭയങ്കര ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ് ആയിട്ട് വരുന്ന ഗ്രേ കളറാണ് വരുന്നത് കേട്ടാ. നല്ല ഭംഗി ഉണ്ടാവുകയും ചെയ്യും. സ്ലീവ് ഒക്കെ ഉണ്ടില്ല, ഇതാണ് സ്ലീവ് വരുന്നത്. നല്ല വെറൈറ്റിയിൽ കട്ട് ചെയ്യുക, നല്ല വെറൈറ്റി ആയിട്ട് അടിക്കുക. നല്ല സൂപ്പർ ആയിട്ട് എന്ത് ചെയ്യുക, ഫംഗ്ഷൻ കണ്ട് പോവുക. നല്ല മജായിട്ട് എന്ത് ചെയ്യുക, കല്യാണം ഉസാറാക്കുക. പാൻറ് ഷോൾ ഇത് വരുന്നത് അങ്ങനെ കണ്ടാ. ഞാൻ പറഞ്ഞില്ലേ, ഷോൾ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണല്ലോ. വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവല് സാധനമാണ്. കിട്ടില്ല പീസ് എന്ന് പറഞ്ഞാൽ കിട്ടില്ല പീസ്. സെറ്റല്ലേ, അതാണ്. ഇപ്പൊ ചില ആൾക്കാർക്ക് തോന്നും ഇതെന്താ എത്ര ഇങ്ങനെ കളർ, എന്താ പറയാ, സിമ്പിൾ സാധനം തോന്നുന്നുണ്ടല്ലോ കണ്ടിട്ട്. ഇത് എന്താ 2495 രൂപ, നിങ്ങളെന്താ ഇങ്ങനെ നോക്കും. അങ്ങനെ വല്ല കൺഫ്യൂഷനുള്ള ആൾക്കാർ ഷോപ്പിലേക്ക് പോലെ ചാവക്കാട് ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് റിലയൻസ് എന്നാണ് നമ്മുടെ ഷോപ്പിന്റെ പേര്. ധൈര്യമായിട്ട് പോലെ ഇവിടെ വന്നിട്ട് നോക്കിക്കോ ട്ടാ. ഓക്കെ അല്ലേ, ഓക്കെ. അടുത്ത് ഇതാ നല്ല രസമുള്ള കളർ, നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള കളർ. ഈ കളറിനൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് പറയാറില്ല. നല്ല ഭംഗിയുള്ള കളറാണ്. നല്ല വെറൈറ്റി ടൈപ്പ് ചെറിയ ഗ്ലേസിംഗ് ഒക്കെ കൊടുത്ത് അടിയിലേക്കൊക്കെ നല്ല അടിപൊളി പ്രിന്റ് ഒക്കെ കൊടുത്ത് മജാപ സാധനം തന്നെ. ഫ്രണ്ട് പോർഷനിലൊക്കെ കണ്ടില്ല, നല്ല രസമുള്ള പാറ്റേൺ ആണ്. പ്രിന്റ് ഒക്കെ അടിപൊളിയാണ്. ഇതാ ഫുൾ സീക്വൻസ് തന്നെയാണ് വരുന്നത് കേട്ടോ. പഞ്ചിങ് സ്റ്റോണോ ഒന്നും ഉണ്ടാവില്ല. നല്ല കിടിലൻ സാധനമാവുകയും ചെയ്യും. നല്ല അടിപൊളി സൂപ്പർ സാധനം. ഫുള്ളായിട്ട് നല്ല വൃത്തിയിൽ ഗ്ലേസിങ്ങിന് സത്യം പറഞ്ഞാൽ നല്ല രസം ഇതായിട്ട് കൊടുത്തിട്ടുള്ള ഒരു സീക്വൻസ് കൊടുത്തിട്ടുള്ളതന്നെ നല്ല ഭംഗിയുണ്ട്. ചില ആൾക്കാർക്ക് സീക്വൻസ് തീരെ ഇഷ്ടമല്ല.
എന്തോ അറിയില്ല, ഇഷ്ടമല്ല അവർക്ക്. പക്ഷെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് വല്ലപ്പോഴും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോഴാണ് ഇതിന്റെ ഒക്കെ ഒരു ഭംഗി നിങ്ങൾക്ക് കിട്ടുക. നല്ല കിടിലം പീസ് പറഞ്ഞാൽ കിടിലം പീസ്, ഫുള്ളായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത് സീക്വൻസ് ടൈപ്പ്, നല്ല കിടിലൻ സാധനം. അയ്യോ ഷോൾ കാണിച്ചില്ല, ഷോൾ കാണിച്ചില്ല, എന്തെങ്കിലും പറയണ്ടേ. ഇതാ പാൻറ് ഉണ്ടില്ലേ, നല്ല അടിപൊളി കളറാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതാ ഷോൾ ഇതവൻ സൂപ്പർ ഷോള്. എങ്ങനെയുണ്ട്, പൊളിയല്ലേ? അതാ ഞാൻ പറഞ്ഞത്, നല്ല വൃത്തി ഉണ്ടാവും, നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടാവും എന്നാണ് ഞാൻ കാരണം. ഇതാണ് സെറ്റല്ലേ, പൊളി വൈബ് സാധനം. 2495 രൂപ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പീസാണ് ഞാൻ ഇപ്പൊ കാണിക്കാൻ പോകുന്നത്. അത് ധൈര്യമായിട്ട് നിങ്ങൾ കണ്ടോളിയും. നല്ല രസമുള്ള പാറ്റേൺ, നല്ല കളറ്, നല്ല രസമുള്ള ഒരു മിക്സിംഗ് ഒക്കെ പൊളി എന്ന് പറഞ്ഞാൽ പൊളിയാണ്. ഇതാ ഫുള്ളായിട്ട് നല്ല രസമുള്ള പ്രിന്റാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പഞ്ചിങ് സ്റ്റോൺ ഇല്ലാതെ നല്ല വെറൈറ്റി ടൈപ്പിൽ സീക്വൻസ് ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. പൊരിഞ്ചടിച്ചാ എന്നാണ്ട് എടുത്തോ, ധൈര്യമായിട്ട് എടുത്തോ. കുറേ ഒന്നും എന്തിൻ്റെ ആവശ്യമില്ല. നമ്മള് കുറേ നോക്കിന്നാല് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. നമ്മളെ കണ്ണടി നോക്കിയൊക്കെ കുറെ നേരം നമ്മൾ നിർബന്ധപ്പെട്ടത് ഇത്. പിന്നെ അങ്ങനെ ഇവിടെ പ്രശ്നമായി, ഇവിടെ പ്രശ്നമായി, ഇതെന്ത് ഇവിടെ ഒരു പ്രശ്നം, ഇവിടെ ഒരു പ്രശ്നം, ആകെ മൊത്തം ടോട്ടല് ബോഡലി നമ്മള് അങ്ങനെ ആവും. നമ്മൾ ഒറ്റ നോട്ടം നോക്കിയാ ഏതാ സാധനം മുട്ടി സെറ്റ് പോവാ. അല്ലാണ്ട് കുറെ നേരം നോക്കിയാലുള്ള കോല ഉണ്ടാവും. വെറുതെ ആവശ്യമില്ലാതെ കരുതുന്ന അതിനാണ് പറഞ്ഞത്, കണ്ണാടി വല്ലാണ്ട് നിങ്ങൾ നോക്കരുത്. കണ്ണാടി നമുക്ക് വേഗം ഒതുക്കി വേഗം വിട്ടുക. ഷോള് ഞങ്ങൾ പണ്ടൊരു കാസർഗോട്ടുണ്ടായിരുന്നു. ഓന് കണ്ണാടിന്റെ മുന്നിൽ മാറൂല. മൂട്ടി ശരിയായില്ലടാ, ഇങ്ങോട്ട് വെടുക്കൂടാ, അങ്ങനെ അങ്ങനെ നിന്നിട്ട് നമുക്കിങ്ങനെ നമ്മക്ക് ചോദിച്ചു പിടിക്കും. ഓന്റെ കച്ചിക്കുട്ടിലുണ്ടെങ്കിൽ ഇതാ നല്ല. ഇപ്പൊ കാസർഗോട്ടുകാർ ഇല്ല നമ്മളെ കടയില്, ഒക്കെ പോയി. എല്ലാരും ഗൾഫിലും കല്യാണം കഴിഞ്ഞിട്ട് എല്ലാരും പോയി. എല്ലാരും അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല. ചിലരുണ്ട് കാസർഗോട്ടുകാർ ഭയങ്കര ബോറാന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എല്ലാരും അങ്ങനെ ഒന്നല്ല. എനിക്കുണ്ട് കുറച്ചുള്ളൂ കേട്ടോ. ഒരു 6-7 അടിപൊളി കമ്പനിക്കാരുണ്ട്, നല്ല കിടിലൻ കമ്പനിക്കാരാ. ചിലർ പറയാം അവര് ചിലപ്പോ സ്നേഹം തന്നെ നമ്മളെ കൊല്ലും, സ്നേഹിച്ചാ അവര് നക്കി കൊല്ലും എന്നറിയും. പക്ഷെ അവരതിന്റെ ഉള്ളിലൊരു വിഷം അവര് വെച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് അവര് അടിപൊളിയായിരുന്നു പറയാൻ കാരണം. പക്ഷെ എനിക്കല്ല ഇഷ്ടമാണ് കാസർഗോട്ടുകാർ തന്നെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് കാസർഗോട്ടുകാരല്ല. എനിക്ക് എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരാളോട് എന്ത് ചെയ്തിട്ടില്ല, വെറുപ്പായിരുന്നിട്ട് അയാളൊക്കെ കണ്ടുകൂടാ എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല അയാളോട്. ഞാൻ എല്ലാവരോടും പുഞ്ചിരിക്കും, ചിരിക്കും, സംസാരിക്കാൻ ശ്രമിക്കും. അവർ സംസാരിച്ചില്ലെങ്കിൽ ഓക്കെ പറഞ്ഞിട്ട് പറഞ്ഞ് ഞാൻ പോകും. പക്ഷെ എവിടെ ഇപ്പൊ കണ്ടാലും ചിരിക്കും. വെറുതെ ചിരിച്ചാ എന്തെങ്കിലുമൊക്കെ നമ്മളോട് വല്ല ദേഷ്യം ഉണ്ടെങ്കിൽ അത് പോകൂലേ. വെറുതെ ഒരു ചിരിച്ചാൽ അവരെന്നെ വിചാരിക്കൂലേ എത്ര ദിവസം ചങ്ങായി എന്നും കണ്ടാ ചിരിക്കും, അതിൽ ചിരിക്ക. അങ്ങനെ വിചാരിച്ചാലോ രസല്ലേ. അതാണ് ലൈഫ്. പിന്നെ അല്ലാണ്ട് ഇതിങ്ങനെ ഗുണ വെച്ച് നടന്നാല് നടക്കൂല മക്കളെ. നമ്മൾ ഏറ്റവും കൂടുതൽ തെറ്റാരായിട്ടെന്നറിയോ, സ്വന്തം കുടുംബക്കാരായിട്ട്. ശ്രദ്ധിച്ചെങ്കിനാ ഏറ്റവും കൂടുതൽ നമ്മൾ തെറ്റ് കുടുംബക്കാരായിട്ടാണ്. നമ്മൾ ഏറ്റവും വലിയ ശത്രുക്കളാരായിരിക്കും, നമ്മളെ കുടുംബക്കാരായിരിക്കും. അതേപോലെയാണ് നമ്മളെ ലൈഫ് കുറെയൊക്കെ താറുമാറാവാൻ കാരണം. പക്ഷെ ചില ഫാമിലീസ് ഒക്കെ വന്ന് കാട്ടിക്കൊടുക്കും, അസൂയാവും നമുക്ക്. മനസ്സിലായില്ല? അസൂയ എന്ന് പറഞ്ഞാല് എന്തൊരു, ഇവർക്കൊരു ഫാമിലി ഗ്രൂപ്പ് വന്നിട്ട് അതിലെല്ലാവരും ഒരുപോലെ, എല്ലാവരും ഒരു മൈൻഡ് എല്ലാവർക്കും. അങ്ങനെയൊക്കെ കാണുമ്പോണ്ടല്ലോ വളരെ സന്തോഷം. അതൊക്കെ നിലനിർത്തിട്ടെ എല്ലാവരും. അപ്പൊ എന്തായാലും ഇൻഷാല്ലാ മറക്കണ്ട, ഒരുപാട് കളക്ഷൻസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തോ. അത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് ഒരു തരത്തിലും എന്തെയില്ല അയ്യേ പറ്റിപ്പോയി എന്നുള്ളൊരു ഫീൽ നിങ്ങൾക്ക് വരില്ല. നല്ല സാധനങ്ങളാണ്, നല്ല വെറൈറ്റി ടൈപ്പ് മോഡലാണ്. കൺഫ്യൂഷൻ ഉള്ളത് ഞാൻ എപ്പോഴും പറഞ്ഞപ്പോൾ തന്നെ ഷോപ്പിക്ക് പോരാ. ചാവക്കാട് ബസ് സ്റ്റാൻഡിനടുത്ത് ടാക്സി സ്റ്റാൻഡിന്റെ തൊട്ടപ്പുറത്ത് നല്ല അടിപൊളി ഷോപ്പുണ്ട്, ആർ ബ്രൈഡൽ. അതിന്റെ തൊട്ടപ്പുറത്ത് നമ്മളെ റിലയൻസ് തന്നെ കൊട്ടാരുണ്ട്. കുഞ്ഞൊരു കൊട്ടാരാണ്. കാണുമ്പോൾ ചില ആൾക്കാരെ ഇപ്പൊ ഇന്നലത്തെ ഞാൻ പറഞ്ഞു ഞായറാഴ്ച അല്ലേ ഇന്നലെ ഒരു കസ്റ്റമർ ഇതിലിങ്ങനെ അപ്പുറത്തെ കടയിൽ കയറി. അവരവിടെ നിർത്തിയില്ല. ഈ നമ്മളെ കടയുടെ ഫ്രണ്ടിൽ കൂടി അങ്ങോട്ട് പോയി അപ്പുറത്തെ കടയിൽ കയറി. ബ്രൈഡൽ ഉണ്ട് അവിടെ വേറെ, അവിടെ കയറി എടുത്തില്ല. അങ്ങനെ ഒരു വണ്ടി കയറാൻ നിൽക്കണം. അപ്പൊ അവരുടെ ഉമ്മയും വേറെ ആരൊക്കെ കയറ്റി വന്ന് ഇവിടെ കയറാറുണ്ട്. ഇവിടുത്തേക്ക് കുട്ടി പറഞ്ഞത് വെച്ചിട്ടാ ഈ ചെറിയ കടയാണ്, ഇവിടെ ഒന്നും ഉണ്ടാവില്ല എന്നാണ്. അങ്ങനെ ഇവര് അവിടുന്ന് വണ്ടി എടുത്ത് പോയി. കുറെ കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വന്നു. പിന്നെ ഫസ്റ്റ് കയറിയ കടയിൽ കയറി അവിടുന്ന് ഇട്ടാണ്ടായിട്ട് പിന്നെ അവിടുന്ന് ഒരെണ്ണം എടുത്തിട്ട് അവരിവിടെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നിട്ട് ഇവിടെ പാർട്ടി വെയർ ഉണ്ട് വെച്ച് അത് നോക്കി വെക്കാൻ തന്നെയാണ്. ഞാൻ ചെക്കനെ ഏൽപ്പിച്ച് അതൊന്ന് കാണിച്ചു കൊടുക്കണം എന്നിട്ട്
ഓന് കാണിച്ചു കൊടുത്ത് ഇങ്ങനെ ഇതാക്കി തന്നിട്ട് 19,000 സംതിങ് സാധനം എടുത്തവര്. ഇവിടെ ഇല്ലാഞ്ഞിട്ടല്ല അത്, ചില ആൾക്കാരുടെ നിഗമനമാണ് അത്. ഇത് കുഞ്ഞ് ഷോപ്പാണ്, ഒരു കുന്തം ഉണ്ടാവില്ല എന്നുള്ളത്. നിങ്ങളൊരു ഷോപ്പിലേക്ക് കയറി പറയുന്നത്, ഞാൻ ആത്മാർത്ഥമായിട്ട് എടുത്ത് ഞാൻ മനസ്സ് തൊട്ട് പറയുന്നു, എന്റെ ഷോപ്പൊന്നല്ല, വേറൊരു ഷോപ്പിന്റെ ഫ്രണ്ടിൽ പോയിട്ട് എന്നിട്ട് എന്ത് ചെയ്യരുത്, ഇവിടെ അതൊന്നും ഉണ്ടാവില്ല, സാധ്യല്ല, ഇവിടെ ഒന്നും ഉണ്ടാവില്ല, അങ്ങനെ പറയരുത്. നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട്, ഞാൻ സീരിയസ് ആയിട്ട് പറയണം, നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ഒരാൾ പറയുന്നു ഇത് വളിപ്പ് പെണ്ണാണ്, ഇതൊരു നാര പെണ്ണാണ്, ഇവിടെ ഒരു ഗുണമില്ലാത്തൊരു സാധനമാണ് എന്നൊക്കെ പറഞ്ഞാല് നിങ്ങൾക്ക് കിട്ടുന്ന ഫീൽ എത്ര ആയിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. മനസ്സിലാവണ്ട? അപ്പൊ അങ്ങനെ പറയരുത്, കടയിൽ പറ്റും. നിങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാനാണ് വന്നിട്ടുള്ളത്, നിങ്ങൾ ഷോപ്പിൽ കയറി നോക്കുക, നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം ഇല്ലേ, നല്ല സന്തോഷമായിട്ട് പിരിഞ്ഞു നോക്കിയാ. പിന്നെ നിങ്ങൾ വേറെ സമയത്ത് നിങ്ങൾ കയറി വരുമ്പോ അവർ നിങ്ങളെ നല്ലപോലെ നോക്കും. അതല്ല നിങ്ങൾ വെറുപ്പിച്ചിട്ട് ഇറങ്ങി പോകണമെങ്കിൽ വരുന്ന വെച്ചിട്ട് ഈ ഒരു മറ്റേ ചെറിയ ഉണ്ടല്ലോ, സൈക്കിൾ മൂന്ന് പറഞ്ഞ ചെറിയില്ലേ, ആ ചെറിയും ചിരിച്ചിട്ട് ഇങ്ങനെ എന്താ വേണ്ടിയത്താ അവിടക്ക് അങ്ങനെ ആക്കും. മറ്റേത് നിങ്ങൾ സന്തോഷം നമ്മളങ്ങനെ ഒരു ചെറിയൊരു മടങ്ങൽ ഇങ്ങനെ നമ്മളിങ്ങനെ ആവും, എന്താ വേണ്ടിയത്ത വയോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു വെൽക്കം നമുക്ക് കിട്ടും. അതാണ് വേണ്ടി, എന്താ വേണ്ടി, ഇവിടെ തന്നെ അങ്ങനത്തെ മൈൻഡാണ് നിങ്ങൾക്ക് വേണ്ടി. നല്ലോണം ശ്രമിച്ചു ഇതാക്കുക. മറ്റുള്ള കടയിൽ പോയിട്ട്, നമ്മളെ കടയിൽ നിന്നല്ല പറഞ്ഞിട്ട് എല്ലാ കടയിലും പോലും, ഏത് കടയിൽ പോയാലും കഷ്ടപ്പെട്ട് അധ്വാനിക്കാൻ വന്ന ആൾക്കാരാണ് അവിടെ ഉള്ളവരൊക്കെ, പണിക്കാരൊക്കെ. അവരെ പുച്ഛിച്ച് കാണാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇൻഷാ അല്ലാഹ് മറക്കണ്ട. ഇതൊരു സഹോദരൻ തരുന്ന എന്ത് ചെയ്താൽ മതി, ഒരു നല്ല ടിപ്പാന്ന് വിചാരിച്ചാൽ മതി. ഒന്നും വിചാരിക്കണ്ട കേട്ടോ, നിങ്ങൾ എന്നോട് ദേഷ്യവും വിചാരിക്കണ്ട. ഇതൊക്കെ ചെയ്യണ ചെറിയ ആൾക്കാരുണ്ട്, ചില ആൾക്കാരുണ്ട് അവർ വിചാരിക്കുന്നു അവരെന്താണ് പോയി പോയണേക്കോ എന്റെ കാര്യം നോക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞ്, എടുക്കേണ്ടവർക്ക് എടുക്കുക, എടുക്കാത്തവർക്ക് എടുത്ത് പുറത്തേക്ക് ഇടാം. ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നല്ല കളക്ഷൻ ഞാൻ വരും നാളെ. അപ്പൊ മറക്കണ്ട, രാവിലെ 11 മണിക്ക് വീഡിയോ ഇടും. അപ്പൊ മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, ഇഷ്ടം പോലെ സാധനങ്ങൾ ഞാൻ തരും. ഓക്കെ.